فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പവിത്രമായ മുഹറം മാസത്തിൻ്റെ 10ാമത്തെ ദിവസമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ചില സുവർണ സംഭവങ്ങളുടെ അരങ്ങേറ്റത്താൽ അനശ്വര യശസ്സണിഞ്ഞതാണ് മുഹറം 10. മുമ്പുള്ള ചരിത്ര സംഭവങ്ങൾ ധാരാളമാണ്. ആദിപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചത് മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ സമക്ഷത്തിലേക്ക് അള്ളാഹു ഉയർത്തി ജൂതന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തിയ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ വരെയുള്ള ഒട്ടേറെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും അത്ഭുതമായ പ്രവർത്തനങ്ങളും മുഅ്ജിസത്തായി പ്രവാചകന്മാർക്ക് അള്ളാഹു അനുഭവപ്പെടുത്തി കൊടുത്ത, അനുഭവവേദ്യമാക്കി കൊടുത്ത പരിശുദ്ധ ഒരു സുദിനത്തിലാണ് നമ്മളുള്ളത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മുഹറം 10ൻ്റെ കൂടുതൽ സന്ദേശങ്ങളും പറയാറുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതിലുപരി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവിക ശിക്ഷ ഇറക്കിയപ്പോൾ 6 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശക്തമായ ജലപ്രളയത്തിലൂടെ, സുനാമിയിലൂടെ അല്ലാഹു ധിക്കാരികളും സത്യനിഷേധികളുമായ മുഴുവൻ മനുഷ്യരെയും മുക്കിക്കൊലപ്പെടുത്തുകയും വിശ്വാസികളായ 80ഓളം പേരെ മാത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം കപ്പലിൽ 6 മാസക്കാലയളവ് സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിലൂടെ കപ്പലിൽ താമസിപ്പിച്ച് അവസാനം ജ്യോതി പർവ്വതത്തിൽ ആ കപ്പൽ നങ്കൂരമിട്ട് അതിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ വീണ്ടും അവസരം നൽകിയത് ഇതുപോലെയുള്ള ഒരു മുഹറം 10നായിരുന്നു. നമ്രൂദിൻ്റെ കാലഘട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗഹീദിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച നമ്രൂദിൻ്റെ അതിശക്തമായ ആ നടപടിക്രമത്തിന് വിധേയമായി 40 ദിവസത്തോളം ശക്തമായ അഗ്നികുണ്ഡത്തിൽ കഴിഞ്ഞിട്ട് അതിൽ നിന്നും രക്ഷപ്പെടുത്തി അള്ളാഹു പുറത്തു കൊണ്ടുവന്നത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 10ാമത്തെ ദിവസത്തിലായിരുന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടുപോയി 40 ദിവസം നിരന്തരമായി ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ നിരന്തരമായി ഉരവിട്ട് അവസാനം അല്ലാഹു മത്സ്യവയറ്റിൽ നിന്നും പുറത്ത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ ഭാഗമായ ഗാവാ തീരത്ത് അല്ലാഹു പുറന്തള്ളി അവിടെ വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലാണല്ലോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിമോചന പോരാട്ടങ്ങളുമായി നിലകൊണ്ടത്. എന്നാൽ മൂസ നബിക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈജിപ്റ്റ് അടക്കി ഭരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ചെയ്തു കൊടുത്ത ഒരു പ്രവാചകനുണ്ട്. അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. യാക്കൂബ് നബിയുടെ പുത്രനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള സംഭവബഹുലമായ ചരിത്രം നിങ്ങൾക്കറിയാം. തൻ്റെ സ്വന്തം സഹോദരന്മാരാൽ ഒറ്റപ്പെടുത്തപ്പെട്ട് പൊട്ടക്കിണറ്റിലായി പോയ, അവിടെ നിന്നും രക്ഷപ്പെട്ട് ഈജിപ്തിൻ്റെ കമ്പോളത്തിൽ അടിമകളെ വിൽക്കപ്പെടുന്ന ആ കമ്പോളത്തിൽ കൊണ്ട് വിൽക്കപ്പെട്ട
അവസാനം അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്ന സംഭവബഹുലമായ ജീവചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നുണ്ട്. അവസാനം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ അധികാരം അവിടുത്തെ രാജാവ് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കരങ്ങളിൽ വെച്ചുകൊടുത്ത് കിരീടം അണിയിക്കപ്പെട്ട് അങ്ങനെ ഈജിപ്ത് എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറിയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ രാജത്വം ലഭിച്ചത് ഈ മുഹറമിൻ്റെ 10ാമത്തെ ദിവസമായിരുന്നു. തൻ്റെ പുത്രവിയോഗത്താൽ 40 വർഷത്തോളം കരഞ്ഞ് കണ്ണിന് അന്ധത ബാധിച്ചുകൊണ്ട് കൺകാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ സഹോദരങ്ങളെടുത്ത് തൻ്റെ കുപ്പായം കൊടുത്തയച്ചുകൊണ്ട് ഇത് എൻ്റെ പിതാവിനെ കൊണ്ട് ധരിപ്പിക്കുക, പിതാവിൻ്റെ കൺകാഴ്ച തിരിച്ചു ലഭിക്കുമെന്ന സന്ദേശം പകർന്ന് സഹോദരന്മാരെ തൻ്റെ കുപ്പായവുമായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് കൊടുത്തയക്കുകയും ആ കുപ്പായം ധരിച്ചപ്പോൾ കൺകാഴ്ച തിരിച്ചു കിട്ടുകയും ലഭിച്ച അത്ഭുതകരമായ ആ സംഭവം അരങ്ങേറിയത് ഈ മുഹറം 10-നായിരുന്നു. ഇങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരീക്ഷണത്തിൽ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ച് ശക്തമായ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി ഇന്നത്തെ ഒമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാകുന്ന സലാലയിൽ കഴിഞ്ഞുകൂടുന്ന അയ്യൂബ് നബിയോട് അങ്ങ് കിടക്കുന്ന സ്ഥലത്ത് തന്നെ അങ്ങയുടെ കാലുകൾ കൊണ്ട് ഉറപ്പൊന്ന് വിരിചിലിക്ക, ശക്തമായി ഭൂമിയിൽ അടിക്കുക, അവിടെ നിന്നും നിർഗളിക്കുന്ന വെള്ളം അങ്ങേക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളമാണ് എന്ന് അള്ളാഹു നിർദ്ദേശം നൽകിക്കൊണ്ട് ആ പൂർണ്ണമായ കൽപ്പനയെ അന്വർത്ഥമാക്കി തീർത്ത അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം ഭേദപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഈ മുഹറം 10-നായിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിന് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ അത്ഭുതകരമായ സ്വാധീനം ചെലുത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാക്കിയ ഒരു പവിത്രമായ ദിവസമാണ് മുഹറം 10. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം കർബല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളെ വേദനിപ്പിക്കുന്ന മഹാനായ പ്രവാചകന്റെ പൗത്രനാകുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലെ രക്തസാക്ഷിത്വം വഹിച്ചത് മുഹറം 10-നായിരുന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 2ാം ഖലീഫയായിട്ട് സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന അന്നത്തെ വിമതനായ മനുഷ്യൻ മഹാനവറുകളെ കുത്തുകയും ആ കുത്തിലൂടെ മഹാനവറുകൾ ഈ ലോകത്ത് നിന്നും വിട പറയുകയും ചെയ്യുന്നത്, രക്തസാക്ഷിയാകുകയും ചെയ്യുന്നത് ഈ മുഹറം 10-നായിരുന്നു. ഇങ്ങനെ മുഹറം 10 പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിന് മുമ്പും ശേഷവുമുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടേറെ അനർഘ സംഭവങ്ങളാൽ പ്രിയപ്പെട്ടവരെ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു മുഹൂർത്തമാണ്. ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ കരുണയും അവന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ശ്രമിച്ചിട്ടുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയതിനു ശേഷം ഈ നോമ്പ് സുന്നത്തായിക്കൊണ്ട് ഈ സമുദായത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമമാക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് മുഹറം 10 നമ്മൾ നോമ്പ് പിടിക്കുന്നത്. ഖാലിഫുൽ യഹൂദ, യഹൂദികളോട് നിങ്ങൾ ആരാധനയിൽ വ്യതിരിക്തത പുലർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും അങ്ങനെ മുഹറം 10-ന് മുമ്പുള്ള ഒരു ദിവസമോ അല്ലെങ്കിൽ 10-ന് ശേഷമുള്ള 11-ാമത്തെ ദിവസമോ കൂടി മുഹറമിന്റെ 10-ന്റെ നോമ്പോട് ചേർത്തുകൊണ്ട് 2 നോമ്പ് പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന
സഹോദരങ്ങളിൽ അധിക പേരും മുഹറമിന്റെ ആശൂറ സുന്നത്ത് നോമ്പ് നോറ്റവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ നോമ്പ്, അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പുരുഷായുസ് നീണ്ടുനിന്ന ഈജിപ്തിലുള്ള മുസ്ലിമീങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന സംഭവ ചരിത്രമാണ്. അത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. ലോകത്തെവിടെ താമസിക്കുന്ന, ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിലും പരിവർത്തനത്തിനും മോചനത്തിനും മാറ്റത്തിനും കൊതിക്കുന്നുണ്ട് എങ്കിൽ അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് അതിൽ നിന്നും അതിജീവനത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണമെന്ന് ചരിത്ര പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ്. എന്താണെന്നറിയുമോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഏകാധിപതിയായി ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫറോവയാണ്. ഫറോവ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫറോവമാരുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫറോവ BC 1279 മുതൽ BC 1213 വരെ 66 വർഷം ജീവിച്ചിരുന്ന റാംസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫറോവയായിരുന്നു. ആ ഫറോവയുടെ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാര് നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിന് ഈജിപ്തിൽ ഒരു കുഞ്ഞു പിറക്കുമെന്നുള്ള പ്രവചനം അദ്ദേഹത്തിന് വിശ്വാസമായപ്പോൾ മുഴുവൻ കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാനാണ് തന്റെ കോടതിയിൽ നിന്നും അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്നും നമ്മൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് ക്രൂരന്മാരെ കാണാറുണ്ട്. യുദ്ധമുണ്ടാകുമ്പോൾ ആ പ്രദേശങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഗസയിലെ സംഭവം, ഇറാനിലെ സംഭവമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ചെഞ്ചോര കൊണ്ട് നിണമണിഞ്ഞു ഒഴുകിയ നദിയാണ് നൈൽ നദി. ഈജിപ്തിന്റെ ചരിത്ര കഥ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ കാരണം? ഒരു ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ തന്റെ അധികാരം നഷ്ടപ്പെടാൻ കാരണമായി തീരും എന്നുള്ള ആ വിശ്വാസത്തിന്റെ പേരിൽ മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന ഫറോവ. എന്നാൽ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ ഇടപെടലുകൾ നടത്തുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ കാലഘട്ടത്തിലാണ് പൂർണ്ണ ഗർഭിണിയായിക്കൊണ്ട് പ്രസവത്തിനോടടുത്തുകൊണ്ടിരിക്കുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഞാൻ പ്രസവിച്ചാൽ, എനിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായാൽ ആ ആൺകുഞ്ഞിനെയും ഫറോവയുടെ പട്ടാളക്കാർ കൊന്നുകളയുമല്ലോ. കാരണം ഓരോ വീടുകളിൽ കയറി ഗർഭിണികളായ സ്ത്രീകളുടെ കണക്കെടുപ്പ് നടത്തുകയാണ് ഫറോവയുടെ പട്ടാളക്കാർ. ആ പ്രദേശങ്ങളിൽ ഓരോ വാർഡുകളിലും ഓരോ ഗ്രാമങ്ങളിലും എത്രയെത്ര ഗർഭിണികളുണ്ടോ അതിന്റെയൊക്കെ കൃത്യമായ കണക്ക് ഫറോവയുടെ മുമ്പിലുണ്ട്. ഏതൊരു സ്ത്രീ പ്രസവിച്ചാലും ആ പ്രസവത്തിലൂടെ ആൺകുഞ്ഞാണോ ഭൂജാതനാകുന്നത്, ആ കുഞ്ഞിനെ അരംകൊല ചെയ്തുകൊണ്ട് നൈൽ നദിയിലേക്ക് ഒഴുക്കുന്ന സമ്പ്രദായം. ചോദ്യം ചെയ്യാൻ ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല, പ്രതികരണം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് പടച്ച തമ്പുരാനോട് രാത്രി ഇരുളിന്റെ ഇരവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ആ സംഭവം പറയുന്നുണ്ട്. വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയുടെ ഉമ്മക്ക് ദിവ്യബോധനം നൽകുകയാണ്. വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയ്ക്ക് നാം ദിവ്യബോധനം നൽകുകയുണ്ടായി. അന്നർളിഇഹി, മൂസ എന്ന കുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകുക. ഫൈദാ ഖിഫ്തി അലൈഹി, ഫറോവ വന്ന് പട്ടാളക്കാരാൽ കൊണ്ടുപോയി കൊല ചെയ്യുമെന്ന് ഭയന്നാൽ ഫഅൽഖിഹി ഫിൽ യമ്മി, പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിയേക്കുക. വലാ തഖാഫി വലാ തഹ്സനി, നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം വേണ്ട,
ആ മകൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള ദുഃഖവും നിങ്ങൾക്ക് വേണ്ട. ഇന്നാ റാദ്ദൂഹി ഇലൈകി, നിന്നിലേക്ക് ആ കുഞ്ഞിനെ ഞാൻ മടക്കിക്കൊണ്ടു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുകയാണ് വജാഇലുഹു മിനൽ മുർസലീൻ, ഭാവിയിൽ മുർസലീങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ട കുട്ടിയാകാനുള്ള കുട്ടിയാണ് ആ കുട്ടി. അങ്ങനെ മൂസാ നബിയുടെ ഉമ്മ അതുപോലെ തന്നെ പ്രവർത്തിച്ചു. അവസാനം എന്തുണ്ടായി? ഫറോവയുടെ കൊട്ടാരം പല സ്ഥലങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നൈൽ നദിയുടെ തീരങ്ങളിൽ പലപ്പോഴും ഉല്ലസിക്കുന്നതിന് വേണ്ടി പലവിധമായ കൊട്ടാരങ്ങളും സൗധങ്ങളും പടുത്തുയർത്തിയിട്ടുണ്ട്. ആ കൊട്ടാരത്തിൽ തോഴിമാരോടൊപ്പം ഫറോവയുടെ രാജ്ഞി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെട്ടി ഒഴുകി വരുന്നതും ആ പെട്ടി എടുക്കുന്നതും പെട്ടിക്കുള്ളിൽ ഒരു കുഞ്ഞിനെ കാണുന്നതും. സന്താന സൗഭാഗ്യമില്ലാതെ നാളേറെയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫറോവയുടെ ഭാര്യ തോഴിമാരോട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം, ആ കുട്ടിയെ നമുക്ക് വളർത്താം, നമുക്കാണെങ്കിൽ ഒരു കുട്ടിയില്ലല്ലോ. ആ രീതിയിൽ കുട്ടിയെയും കൊണ്ടുപോവുകയാണ്. വഖാലത്ത് ഇംറഅതു ഫിർഔൻ ഖുർറതു ഐനിൻ ലീ വലക ലാ തഖ്തുലൂഹു അലാ അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ. ഈ കുട്ടിയെയും കൊണ്ടു ചെന്നിട്ട് ഫറോവയുടെ മുമ്പിൽ ഈ ആൺകുട്ടിയുടെ മുഖം കാണിച്ചിട്ട് ഫറോവയുടെ ഭാര്യ പറയുകയാണ്, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലല്ലേ. അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു, ആ കുഞ്ഞിന് ഞാൻ ചില ശുഭലക്ഷണങ്ങൾ കാണുന്നു, നമുക്കൊരു വളർത്തുപുത്രനാക്കി നമ്മുടെ കൊട്ടാരത്തിൽ ആ കുഞ്ഞിനെ വളർത്താം, ആ കുഞ്ഞിനെ നമുക്ക് രഹസ്യമാക്കി വെക്കാം, നിങ്ങൾ കൊല്ലല്ലേ. നിരന്തരമായ അഭ്യർത്ഥനയുടെ ഫലമായിട്ട് അവസാനം ഫറോവ അംഗീകരിക്കുകയാണ്. അങ്ങനെ കുട്ടിയെ കൊട്ടാരത്തിൽ വളർത്തുകയാണ്. പക്ഷേ കുട്ടിയാണെങ്കിൽ ഒരു സ്ത്രീയുടെയും മുല കുടിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ ധാരാളം സ്ത്രീകൾ മുല കൊടുക്കുന്നതിന് വേണ്ടി കൊട്ടാരത്തിലുണ്ട്. പക്ഷെ ആരുടെയും മുലപ്പാല് കുടിക്കുന്നില്ല. അങ്ങനെ അന്വേഷണമായി അന്വേഷണത്തിന്റെ അവസാനത്തിൽ നാട്ടിലുള്ള മുഴുവൻ മുല കൊടുക്കാൻ പര്യാപ്തമായ സ്ത്രീകളെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ മൂസ നബിയുടെ ഉമ്മയുമുണ്ട്. ആ കുഞ്ഞ് ആ ഉമ്മയുടെ മാർവിടത്തിൽ നിന്ന് മുല കുടിക്കുന്ന അവസ്ഥയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാതാവിന് ദിവസവും മാസവും കൂലി കൊടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ കുഞ്ഞിനോടൊപ്പം വളർത്താനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടിട്ടുണ്ടായി എന്നുള്ളതാണ്, അല്ലാഹു ഏർപ്പെടുത്തി എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ വിചാരിക്കുന്നത് ഒന്ന്, അല്ലാഹു വിചാരിക്കുന്നത് മറ്റൊന്ന്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഏത് ശക്തമായ തീരുമാനങ്ങളെയും അല്ലാഹുവിന്റെ ശത്രുക്കൾ എടുക്കുമ്പോൾ അതിനെയെല്ലാം പരാജയപ്പെടുത്താൻ പര്യാപ്തമായ തന്ത്രങ്ങൾ മെനയാൻ അല്ലാഹുവിന് കഴിയും. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മകിരീൻ. ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ, പടച്ചതമ്പുരാന്റെ ബദ്ധവൈരികൾ അവരുടേതായ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവും തന്ത്രം മെനഞ്ഞു. വല്ലാഹു ഖൈറുൽ മകിരീൻ. അള്ളാഹുവിന്റെ തന്ത്രമാണ് എപ്പോഴും വിജയിച്ചിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ കൊട്ടാരത്തിൽ തന്നെ ആ കുഞ്ഞിനെ വളരാനുള്ള സംവിധാനം രാജാവ് ആൺകുഞ്ഞുങ്ങളെ മുഴുവനും അരുകൊല ചെയ്യാൻ ഓർഡർ നൽകിയ ആ രാജാവ് തന്നെ അനുമതി നൽകുകയും രാജാവിന്റെ നോട്ടത്തിലും രാജാവിന്റെ വാത്സല്യത്തിലും തന്നെ ആ കുട്ടി വളരുകയും ചെയ്തു. അവസാനം ആ കുട്ടിയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമായി മാറുന്നത്. ഫറോവയ്ക്ക് എതിരായി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ കാരണം എന്താ? മുൻകാലഘട്ടങ്ങളില് അമ്പിയാക്കന്മാരും ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളുമായിരുന്നു ഈജിപ്റ്റ് ഭരിച്ചിരുന്നത്. അങ്ങനെയുള്ള അവരുടെ തലമുറക്കാരാകുന്ന മുസ്ലിമീങ്ങളിൽ നിന്നും അധികാരം കൈയാളി അക്രമത്തിലൂടെ ഫറോവയും ഫറോവയുടെ മുൻഗാമികളാകുന്ന വരേണ്യവർഗ വിഭാഗവും, അവരാണെങ്കിൽ കോപ്റ്റിക് വംശജരാണ്, ടിബറ്റി വംശജർ എന്നാണ് ചരിത്രത്തിൽ അവരെ അറിയപ്പെടുന്നത്. അവരാണെങ്കിൽ നൂറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരുന്ന മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമികൾ ഓരോന്നോരോന്നായി കയ്യേറി അവർ വഹിച്ചുകൊണ്ടിരുന്ന ഉയർന്ന തരം ജോലികളിൽ നിന്നും അവരെ ഒഴിവാക്കി. ചുരുക്കത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി അവസാനം അടിമകളായിട്ട് മാറുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലെ മുസ്ലിമീങ്ങൾ. ഇന്ന് ഇന്ത്യ ചരിത്രം നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. ഈജിപ്തിലെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടവുമായിട്ടുള്ള ചരിത്രവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈജിപ്തിലെ പ്രതിരോധ പോരാട്ട വിമോചന പ്രവർത്തനങ്ങൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പഠിക്കണമെന്നാണ് ദീർഘവീക്ഷണമുള്ള ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന ഉപദേശം. എന്താണെന്നറിയുമോ?
800 വർഷങ്ങളോളം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് മുസ്ലിമുകളായിരുന്നു. അതിനുശേഷമാണ് മുസ്ലിമീങ്ങൾക്ക് ഇന്നത്തെ പിന്നാക്കാവസ്ഥ നിലവിൽ ഉള്ളത്. ഇതേ ഒരു രീതിയായിരുന്നു ഈജിപ്തിലും. 1000-ഓളം വർഷം ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരുന്ന മുസ്ലിമീങ്ങൾ അവസാനം അവിടെ വെറും പാർശ്വവൽക്കരിക്കപ്പെട്ട അടിമകളായി മാറുകയുണ്ടായി. അവരുടെ രാജ്യത്തുള്ള നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തു. അവരെ രാജ്യത്തിൽ നിന്നും NRC-യിലൂടെ അന്ന് പുറത്താക്കാൻ ഫറോവൻ പ്രഭൃതികളും ശ്രമിച്ചിരുന്നു. പക്ഷെ ആ സന്ദർഭത്തിലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു വിമോചകനായി, ഒരു പോരാളിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. അതിനു വേണ്ടുന്ന എല്ലാ ശക്തിയും അറിവും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൂസ, നീ ഫറോവന്റെ കൊട്ടാരത്തിലേക്ക് പോകണം, മൃദുവായിട്ട് സംസാരിക്കണം, സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹുവാണ്, ഞാനാണ് പ്രപഞ്ചനാഥൻ എന്നുള്ള ഉത്ബോധനം നൽകണം. അവൻ ഉൾക്കൊള്ളാൻ ഒരു വേള ചിലപ്പോൾ തയ്യാറായേക്കാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സഹോദരനാകുന്ന ഹാറൂൻ നബിയും കൂടി ഒട്ടനവധി പ്രാവശ്യം കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. തൗഹീദിന്റെ സന്ദേശം പകർന്നു നൽകുന്നുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവസാനം മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി അവസാനം നീ പോകുമ്പോൾ കർക്കശ നിലപാടുമായിട്ട് പോകണം. ഖാല മൂസാ യാ ഫിർഔൻ ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ ഹഖീഖുൻ അലാ അല്ലാ ഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ ഖദ് ജിഅതുകും ബിബയ്യിനത്തിൻ മിർ റബ്ബികും ഫാർസിൽ മഇയ ബനി ഇസ്രായീൽ. അവസാനമായി ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ പോയി നിന്ന് ഫറോവയോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൽ നിന്നും നിയോഗിതനായ പ്രവാചകനാണ്. സത്യം മാത്രം പറയുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോൾ നിങ്ങളടുക്കൽ വന്നിരിക്കുന്നത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. ഈ നാട്ടിൽ നിങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ മുഴുവനും നിങ്ങൾ മോചിപ്പിക്കുക തന്നെ വേണം. ഫറോവയ്ക്ക് മട്ടുമാറി. ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന കുട്ടിയാണ്. പിൽക്കാലത്ത് യുവാവായി, പ്രവാചകനായി, വിമോചകനായി കൊട്ടാരത്തിൽ തന്നെ വന്നു നിന്നുകൊണ്ട് ഫറോവയോട് സംസാരിക്കുന്നത്. ഫറോവ പറഞ്ഞു, അലം നുറബ്ബിക ഫീനാ വലീദ. എടാ മൂസ, നീ ഇന്നലകളിൽ എന്റെ കൊട്ടാരത്തിൽ ഒരു കുട്ടിയായില്ലായിരുന്നോ? വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ. എത്ര വർഷമാണടാ നീ ഈ കൊട്ടാരത്തിൽ ആഹാരവും ഈ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയത്? വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅന്ത മിനൽ കാഫിരീൻ. നീ അന്ന് ഒരുപാട് പ്രവർത്തികൾ ചെയ്തത് നീ ഓർക്കുന്നില്ലേ? ഇന്ന് നീ ഇപ്പോൾ അതൊക്കെ നിഷേധിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഫറോവ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കയർക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്നോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര നാളുകൊണ്ടാണ് അടിമവേല ചെയ്യുന്നത് മുസ്ലിമീങ്ങൾ? അവർക്ക് നിങ്ങൾ മനുഷ്യത്വം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെ മോചിപ്പിക്കുക തന്നെ ചെയ്യും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനുള്ള ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും വിശ്വാസികളാകുന്ന സമൂഹത്തോടൊപ്പം ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവസാനം രക്ഷയുടെ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. വൗഹൈനാ ഇലാ മൂസ അൻ നസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. ഒരു രാത്രി മുഹറം മാസത്തിന്റെ 9ാമത്തെ രാത്രി, ഇന്നലെ കഴിഞ്ഞുപോയ നമ്മുടെ രാത്രി പോലെയുള്ള ഒരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി അറിയിക്കുകയാണ്. ഇസ്രായേൽ സമൂഹത്തെയും മുസ്ലിമീങ്ങളെയും മുഴുവനെയും കൊണ്ട് രാത്രി സമയമാകുമ്പോൾ ചെങ്കടൽ ഭാഗത്തേക്ക് സഞ്ചരിക്കണം. ഇന്നകും മുത്തബഊൻ. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രയാണം അറിഞ്ഞ് ഫറോവയും ഫറോവന്റെ പട്ടാളക്കാരും നിങ്ങളെ പിന്തുടരാൻ സാധ്യതയുണ്ട്. കാരണം ഫറോവ പട്ടണത്തിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലെല്ലാം ഇവർ ആരും ഹിജറ പോകരുത്, ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു മറ്റൊരു നാട്ടിലേക്ക് പോകരുത്, അതിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടി പട്ടാളക്കാരെ നിയോഗിച്ചിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്.
ഫറോവ പറഞ്ഞു, ഇന്ന ഹൗലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ, കുറഞ്ഞ ന്യൂനപക്ഷമാണ് മൂസയും അനുയായികളുമെങ്കിലും അവർ നമ്മെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. വഇന്നഹും ലനാ ലഗായിദൂൻ, അവസാനം എന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് വന്ന് പറഞ്ഞത് അവരെയെല്ലാം മോചിപ്പിച്ച് രക്ഷപ്പെടുത്തുമെന്നാണ്. വഇന്നാ ലജമീഉൻ ഹാദിറൂൻ, പട്ടാളക്കാരെ നിങ്ങൾ എന്തിനും കഴിവുള്ള ആയുധബലമുള്ള എല്ലാ സർവ്വവിധമായ സന്നാഹങ്ങളുമുള്ളവരാണ്, അതുകൊണ്ട് ഒരുത്തനെയും നിങ്ങൾ വെറുതെ വിടരുത്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള യാത്ര എളുപ്പമാക്കി കൊടുത്തു എന്ന ചെങ്കടലിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോകാൻ അള്ളാഹു ഓർഡർ നൽകിയപ്പോൾ വിശ്വാസ സമൂഹത്തെയും കൊണ്ട് രാത്രി നിശാപ്രയാണം നടത്തി. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നേരം പുലരാറായപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ തീരത്തെത്തി. പക്ഷേ അവർ വിചാരിച്ചതുപോലെയായില്ല കാര്യം. നോക്കുമ്പോൾ 3 ഭാഗത്തു നിന്നും ഹുങ്കാര ശബ്ദം മുഴക്കിക്കൊണ്ട് ഫറോവന്റെ പട്ടാളക്കാര് സർവായുധ സന്നിഹിതരായി കൊണ്ടുവരികയാണ്. അത് കണ്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പമുള്ള വിശ്വാസികൾ പറഞ്ഞുപോയി, ഇന്നാ ലമുദ്റകൂൻ, മൂസ നബിയെ നമ്മളെ പിടികൂടപ്പെട്ടത് തന്നെ. കാല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ഒരു നേതാവിന്റെ ആത്മവിശ്വാസം അപ്പോഴാണ് പ്രകടമാകുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ല, ഇല്ല, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. ഇന്ന മഅയ റബ്ബി, തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, രക്ഷയുടെ മാർഗം താമസം വിന അവൻ കാണിച്ചു തരും. അത്രയുമായപ്പോൾ ഫഔഹൈനാ ഇലാ മൂസ അൻ അദ്രിബ് ബിഅസാക്കൽ ബഹർ, മൂസ മറ്റൊന്നും ആലോചിക്കണ്ട, കയ്യിൽ ഇരിക്കുന്ന അത്ഭുതകരമായ വടിയുണ്ടല്ലോ, ആ മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് ചെങ്കലിൽ അടിക്കുക. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച നിർദ്ദേശം 1 സെക്കൻഡ് പോലും താമസിച്ചില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിച്ചു. ഫൻഫലക, സമുദ്രം പിളരുകയാണ്. അല്ലാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകുകയാണ്. സമുദ്രം പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അലീം, 2 ഭാഗത്തായിട്ട് മല പോലെ ജലം മുഴുവനും കട്ടിയായി പാറ പോലെ ഉറച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, സമുദ്രത്തെ പടച്ചവൻ അല്ലാഹു, സമുദ്രത്തിൽ തിരമാലകളെ സൃഷ്ടിച്ചവൻ അല്ലാഹു, സമുദ്രത്തെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു. ആ സമുദ്രം ഒഴുകണ്ട എന്ന് പടച്ച തമ്പുരാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ പിന്നെ ലംഘിക്കാൻ ആർക്കും കഴിയുകയില്ല. ഈ അത്ഭുതകരമായ അള്ളാഹുവിന്റെ ഖുദ്റത്താണ് അവിടെ അരങ്ങേറുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇറങ്ങിക്കൊള്ളുക കടലിലേക്ക്. അനുയായികളുമായിട്ട് ഇറങ്ങി. എത്ര പേരായിരുന്നറിയുമോ? 16 ലക്ഷം പേരായിരുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അവരെ പിടികൂടാൻ വന്നതോ 6 ലക്ഷം പട്ടാളക്കാർ, ഉദ്യോഗസ്ഥന്മാര്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും അവരിഞ്ഞ് എത്തുന്നതിന് മുമ്പ് തന്നെ കടലിൽ ഇറങ്ങി. അവര് നടന്നു, സ്പീഡിൽ അപ്പുറത്തെത്തി. പറക്കുന്ന വേഗതയാണ് അല്ലാഹു നൽകിയത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. മറുകരയിലെത്തിയപ്പോൾ അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈജിപ്തിന്റെ അധികാരം എനിക്കാണ്, എന്റെ അധികാര പരിധിയിലാണ് ചെങ്കടൽ ഉൾപ്പെടെയുള്ള നൈൽ നദി ഉൾപ്പെടെയുള്ള എല്ലാ സമുദ്രങ്ങളും ഒഴുകുന്നത് എന്ന് പലപ്പോഴും അഹങ്കരിച്ചിരുന്ന ഫറോവ പറഞ്ഞു, ഇറങ്ങുക, ഇറങ്ങുക. എല്ലാവരും ഇറങ്ങിയപ്പോഴോ 6 ലക്ഷത്തിനെയും നിമിഷ നേരം കൊണ്ട് അകന്നു മാറി നിന്നിരുന്ന വെള്ളം വീണ്ടും പഴയ സ്ഥിതി പ്രാപിച്ചു. ആ ചെങ്കടലിൽ മുക്കി കൊലപ്പെടുത്തി എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ചെങ്കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, മുസ്ലിമുകൾ വിശ്വസിച്ച അള്ളാഹുവിൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഫറോവ അവസാനത്തെ അന്ത്യനിമിഷങ്ങൾ പറഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചുകൊണ്ട് ചോദിപ്പിച്ചു, ഇപ്പോഴാണോടാ നിനക്ക് ബോധമുണ്ടായത്? ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കണമെന്ന് തോന്നലുണ്ടായത്? ശിക്ഷ നേർക്ക് നേരെ കണ്ടപ്പോൾ. അതുകൊണ്ട് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ചെളിവാരി ഫറോവയുടെ വായിൽ വെച്ച് അടച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം അടക്കി ഭരിച്ചിരുന്ന ഈജിപ്തിലെ
സാധാരണ സത്യവിശ്വാസികളെ അടിമകളാക്കി വെച്ചിരുന്ന, അവരെ മുഴുവനും ക്രൂരമായി മർദ്ദിച്ചൊതുക്കിയിരുന്ന, ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ അരുംകൊല ചെയ്തിരുന്ന ഒരു ഫറോവയുടെ അവസാനത്തെ അന്ത്യമാണ് പരിശുദ്ധമായ ഖുർആൻ വരച്ചു കാട്ടുന്നത്. ഏത് സാമ്രാജ്യത്വ ശക്തിക്കും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ശിക്ഷ ഏർപ്പെടുത്തുമെന്നാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിഞ്ചു പൈതങ്ങളെ, നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന നരാധമന്മാര് വാണുന്ന കാലമാണ്. സാമ്രാജ്യത്വ ശക്തികൾ ഭരിക്കുന്ന കാലമാണ് നമ്മുടെ വർത്തമാനകാല ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതിയും അന്ത്യവും ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആരെയും അല്ലാഹു വെറുതെ വിടുകയില്ല. ചരിത്രം അതാണ് നമുക്ക് പാഠം നൽകുന്നത്. ഇവിടെ മുസ്ലിമീങ്ങൾക്കോ പ്രതീക്ഷയാണ്, ശുഭാപ്തി വിശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പോരാട്ടം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പോരാട്ടത്തിന് തയ്യാറായാൽ ഏത് ശത്രുവും കീഴടങ്ങുമെന്നതാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യമെന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഇറാനിൽ നമ്മൾ നേർക്ക് നേരെ കാണുന്നത്. എല്ലാം നിമിഷ നേരം കൊണ്ട് തകർക്കുമെന്ന് പറഞ്ഞ് സർവ്വവിധമായ ആയുധങ്ങളുമായി കടന്നു വന്ന അമേരിക്കയും ഇസ്രായേലും അവസാനം ഇറാൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾക്ക്, കരാറുകൾക്ക്, വ്യവസ്ഥകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 10-60 ദിവസം അല്ലെങ്കിൽ 100 ദിവസത്തിലധികം നീണ്ടുനിന്ന യുദ്ധവും അതിനുശേഷമുള്ള ചർച്ചകളുമെല്ലാം നമുക്ക് നൽകുന്ന പാഠം. എന്തുകൊണ്ട് ഇറാനിലെ ഭരണകൂടം, അവിടുത്തെ ജനത തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി? അവർക്കൊരുപാട് നേതാക്കന്മാർ നഷ്ടപ്പെട്ടു, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, അവരുടെ സമ്പത്ത് മുഴുവനും കുറച്ച് നശിച്ചു. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി പൊരുതിയ ആ ജനതയ്ക്ക്, പ്രിയപ്പെട്ടവരെ, വിജയമുണ്ടായി എന്നുള്ളതാണ്. ഇത് നമുക്ക് നൽകുന്ന പാഠം മുഹറമിന്റെ പാഠമാണ്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം മുഹറമിന്റെ സന്ദേശമാണ്. ഇന്ത്യ രാജ്യത്ത് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാത്തതിന്റെ പേരിലാണ്, നമ്മുടെ കയ്യിലുള്ള ഈമാനിന് നാം മൂർച്ച കൂട്ടാത്തതിന്റെ പേരിലാണ് പലപ്പോഴും നമുക്ക് അധപ്പതനമുണ്ടാകുന്നത്, നമ്മെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, നമ്മൾ രണ്ടാം കിട പൗരന്മാരായി മാറുന്നത്. അള്ളാഹു പറഞ്ഞത്, അന്തുമുൽ അലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും അത്യുന്നതർ, നിങ്ങൾ ഈമാനുള്ളവരാണ് എങ്കിൽ ഈമാനിന്റെ മുമ്പിൽ ഒരു ശക്തിയും വിജയിക്കുകയില്ല, എല്ലാ ശക്തികളും പരാജയപ്പെടുമെന്നാണ് ചരിത്രത്തിന്റെ ഇന്നലകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ മുഹറം 10ന്റെ സന്ദേശവും ഉയർത്തെഴുന്നേൽപ്പിനുള്ള സന്ദേശമാകണം, അതിജീവനത്തിനുള്ള പുതിയ ചിന്തകൾക്ക് കാരണമാകണം. ഈ രാജ്യത്ത് നമ്മൾക്കുള്ള രാജ്യമാണ്, നമ്മുടെ പൂർവികരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ പണിപ്പെട്ടത്, അഹോരാത്രം കഷ്ടപ്പെട്ടത്. ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന തലയുയർത്തി നിൽക്കുന്ന മുഴുവൻ അത്യുന്നതമായ കെട്ടിടങ്ങളും എല്ലാ സൗധങ്ങളും മുഗളന്മാരാൽ പടുത്തുയർത്തപ്പെട്ടതാണ്. അവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ GDP വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെയുള്ളൊരു GDP പിന്നെ സാമ്പത്തിക മേഖലയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവും ബോധവും നമ്മെ നയിക്കാനുള്ള പക്വമതികളായ നേതൃത്വവും ഉണ്ട് എങ്കിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവാണ് ഓരോ മുഹറം 10ന്റെയും സന്ദേശം നമുക്ക് പകർന്നു നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ ഒരു നസീഹത്തിൽ ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാവട്ടെ.